മഞ്ഞപ്പടക്കാരേ മഞ്ഞപ്പടക്കാരേ. അപ്പൊ ഈ ഒരു കോപ്പ അമേരിക്ക കപ്പം കൂടി ചുമന്നുകൊണ്ടുള്ള ഒരു സീൻ നിങ്ങൾ കാണണമെന്നുള്ള അതിന്റെ മഞ്ഞപ്പടേ നാണുണ്ട് എനിക്ക്. നമസ്കാരം. അപ്പോ മെസ്സി 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 തീർച്ചയായിട്ടും കോപ്പ അമേരിക്ക കപ്പ് മെസ്സി പട നേടിയിരിക്കുകയാണ്. എവിടെ പോയി ആ മഞ്ഞപ്പട? കുറെ വായത്തളായിട്ട് കുറെ ടീമുകൾ കമന്റ്സിന്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. മെസ്സിനെ പെനാൽറ്റി അടിക്കാൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ആളെ ബോൾ തട്ടാൻ പഠിപ്പിക്കണം. അവനൊക്കെ പോയി ഒളിച്ചിരിക്കുകയാണ്. നിന്റെയൊക്കെ അണ്ണാക്കിൽ നീലത്തോട്ട പൊട്ടിക്കാൻ വന്നാണ്. നീലത്തോട്ട നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ അണ്ണാക്കിൽ നീലത്തോട്ട വെച്ച് പൊട്ടിക്കാൻ വേണ്ടി വന്നാണ്. എവിടെ പോയടാ നീയൊക്കെ? നിന്റെ കൊട്ടുക്കത്തെ വായത്തള്ളായിരുന്നല്ല. മെസ്സിയുടെ ടീം കപ്പടിക്കൂല, അർജന്റീന കപ്പടിക്കൂല. മഞ്ഞപ്പടയില മറ്റേ ആരെന്താ നെയ്മർ ഉണ്ടെങ്കിൽ മാത്രമേ കപ്പടിക്കാൻ പറ്റുള്ളൂ, ബോൾ തട്ടാൻ പറ്റുള്ളൂ. എന്ത് തള്ളാണ് തള്ളണത്? പരിധിയില്ല തള്ളണക. ശരിക്കും ബ്രസീൽ എന്ന് പറയുന്ന ആ ഒരു ടീമിന്റെ ഫാൻസിനൊക്കെ വില കളയാൻ വേണ്ടി കുറെ കൂതറകൾ ഇറങ്ങിയാണ്. എന്ത് കാര്യമുണ്ട് മച്ചന്മാരെ? തോറ്റെങ്കിൽ തോറ്റെന്ന് പറഞ്ഞാൽ പോരെ, തോറ്റിട്ട് അടിച്ച് പുറത്താക്കി കളഞ്ഞല്ലേ. പിന്നെയും വന്നാൽ നമുക്ക് എറിച്ചൊറിയണം. അർജന്റീന തോറ്റു, അർജന്റീന കപ്പടിക്കൂല, അതാണ് ഇതാണ്. എന്ത് തള്ളോട് തള്ളു. ഒരു പരിധിയില്ലേ തള്ളിനക. എന്തുവരെന്ന് വെച്ചാൽ ക്ഷമിക്കും പ്രേക്ഷകർ, ഫുട്ബോളിനെ പ്രണയിക്കുന്നവർ. തീർച്ചയായിട്ടും അർജന്റീന എന്ന് പറയുന്ന ആ മാന്യതയുടെ ഗെയിം കളിക്കുന്ന ആ ഒരു ടീമിനെയാണ് തള്ളി പറഞ്ഞത്. നെയ്മർ ഉണ്ടെങ്കിൽ മാത്രം കപ്പടിക്കാൻ പറ്റുള്ളൂ, നെയ്മർ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഗോൾ അടിക്കാത്തത്. അതിന് അതൊക്കെ പോയി നിങ്ങൾ ശിശുക്കളാണ് എപ്പോഴും കേട്ടാ. ബ്രസീലിന്റെ ഏത് ഫാൻസ് ആയാലും ഉള്ള കാര്യം മൊത്തമൊക്കെ പറയാം. നീ കാര്യം തന്നെ പോയി ബോൾ തട്ടാൻ പഠിക്കും, എന്നിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കും കേട്ടാ. എന്നിട്ട് നമുക്ക് പുറങ്കാലിന് അടിക്കണോ സർക്കിട്ട് അടിക്കണോ എന്നൊക്കെ പഠിക്കാം. വെറുതെ വന്നിട്ട് കുറെ വായത്തള്ളും. ആ ഒരു വായത്തള്ളെന്ന് പറഞ്ഞ സംഭവം നീയൊക്കെ ആ ഗ്രൗണ്ടിനകത്ത് കാണിക്കും, എന്നിട്ട് വെല്ലുവിളിക്ക്. അല്ലാതെ ഈ തൊപ്പിയിട്ട് പുറത്തടിച്ച് പുറത്താക്കി കളയുമ്പോൾ ഈ ഒരു തള്ളുണ്ടല്ലോ വായത്തള്ള്, അത് നിങ്ങളുടെ ടീമിനോട് തന്നെ പറഞ്ഞാൽ മതി. ഇതൊക്കെ പിള്ളേരാണ്. ആ പിള്ളേര് കപ്പടിക്കുന്നവർ കപ്പടിച്ചിരിക്കും. ഇതിൻ്റെയൊക്കെ എന്തൊക്കെ തള്ളായിരുന്നു? പെനാൽറ്റി അടിക്കാൻ പഠിപ്പിക്കണം, ബോൾ അടിക്കാൻ പഠിപ്പിക്കണം. നീയൊക്കെ പഠിപ്പിക്കണമെന്ന്. അപ്പൊ ബ്രസീലിലെ നല്ല ഫാൻസാരോടല്ലേ പറഞ്ഞത്. അതായത് മാന്യമായ രീതിയിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിയിൽ വന്നിട്ട് മറ്റേ തന്തക്കും തള്ളക്കും വിളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ബ്രസീൽ എന്ന് പറയുന്ന ടീമിന്റെ ഫാൻസിനൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാം, കുറച്ച് മാന്യത ഉള്ള ടീമാണ്. അതിന് രണ്ടിനും നടുക്കണ കുറച്ച് ചൊറിയന്മാരുണ്ട്. അവന്മാർക്കുള്ള ഡയലോഗാണത്. നിനക്കൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ അടിയിലൊന്ന് കമന്റ് ഇട് കേട്ടാ, ഒന്ന് ചൊറിഞ്ഞു നോക്ക്. നിനക്ക് ഒന്ന് ഈ ജന്മത്തെ ചൊറിയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തെ നിങ്ങൾ കപ്പ് എന്ന് പറഞ്ഞ സംഭവം എഴുതി മാത്രം കാണിക്കാൻ പറ്റുള്ളൂ. ബ്രസീലിന്റെ ടീം കപ്പ് കൊണ്ടുപോയ ഒരു ദിവസം ഉണ്ടാവില്ല. ഇനി ഈ ജന്മത്തെ അടിക്കാൻ പറ്റില്ല. ലോകകപ്പ് തോറ്റി, അവിടെ തുടങ്ങിയ തോൽവിയാണ്. വെറുതെ തൊപ്പിയിട്ട് അടിച്ച് പുറത്താക്കി കളഞ്ഞിട്ടുണ്ടല്ലേ, വീണ്ടും വന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വായത്തളൊക്കെ നീയൊക്കെ ഗ്രൗണ്ടിന്റെ അകത്ത് കാണിക്കണമെങ്കിൽ എന്തോരം ഗുണം ഉണ്ടാവും. വെറുതെ ഫുട്ബോളിനെ പ്രണയിക്കുന്ന ആൾക്കാരെ വെറുതെ വെറുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മീഡിയകളിലൊന്ന് കമന്റ് ഇടാൻ നിൽക്കരുത് കേട്ടാ. വായത്തള്ളിനെ കുറിച്ച് പരിധിയുണ്ട്, വായത്തള്ളിന് അന്തസ് പരിധിയുണ്ട്. ആ പരിധി വിട്ടിട്ടുള്ള ചൊറിച്ചിലുണ്ടല്ലോ, അത് വെറുതെ ചൊറിച്ചിൽ മാത്രമേ ഉള്ളൂ. അർജന്റീന കപ്പടിച്ചപ്പോൾ നിനക്ക് നിന്റെ അണ്ണാക്കിൽ എന്താ പിരി വെട്ടിയാ? നിനക്ക് എന്തെങ്കിലും പറയാൻ കമന്റ് ബോക്സിൽ വാ, എന്നിട്ട് കമന്റ് നോക്കൊന്ന്. എന്നാ നാണുണ്ടോ നിനക്കൊക്കെ? നാണം വേണ്ട. വീണ്ടും വാക്കുകൾ തെറ്റിപ്പോയില്ലടാ. അർജന്റീന കപ്പടിച്ചല്ല, മെസ്സിപ്പട തന്നെ കപ്പ് കൊണ്ടുപോയി. ഒന്നും പറയാനില്ല, 1.5 കപ്പ് അടിച്ചേക്കണത്. കോപ്പ അമേരിക്ക കപ്പ്. ആദ്യം തന്നെ ഗെയിമിൽ ഒരു മാന്യത കാണിക്കാൻ പഠിക്കണം. ഓപ്പോസിറ്റുള്ള ടീം ഏതായാലും റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സംഭവം, അത് ചെയ്യാൻ പഠിപ്പിച്ചാൽ തന്നെ നിനക്ക് കുറച്ച് കുരുത്തുണ്ടാവും. അല്ലാതെ വെറുതെ വന്നിട്ട് ഒരു ടീമിനെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ട് നീയൊക്കൊന്നും ഒരിക്കലും ജയിക്കാൻ പോണില്ല. എഴുതി തരപ്പോ തന്നെ നീയൊക്കെ കളിച്ചതേ മെസ്സിപ്പട. നീയൊക്കെ ജയിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ടേ കേട്ടാ. മഞ്ഞപ്പടനോട് തന്നെ മഞ്ഞപ്പട ഏത് കൊമ്പത്തെ ആൾക്കാരായാലും പത്തുള്ളു പറയാനായിട്ട്. അപ്പൊ അതിപ്പോ നിങ്ങളെ ഈ കപ്പ് കൊണ്ടുവന്ന് നിങ്ങളെ കണ്ട് വേണമെങ്കിൽ രസിച്ചോ. കപ്പിന്റെ അവിടെ നിന്ന് ഇങ്ങനെ തൊടാനോ അല്ലെങ്കിൽ അതിൽ നടന്നു പോകാൻ കൂടി പറ്റൂല. അതിന് പല നിങ്ങൾ അടിച്ച് പുറത്താക്കി കളയും. ഏതൊരു ഗെയിമായി കഴിഞ്ഞാലും അഹങ്കാരം എന്ന് പറഞ്ഞൊരു സാധനം നീയൊക്കെ തലയിൽ ചുവന്ന് നടക്കണ കാലം ഈ ജന്മത്ത് നിനക്ക് കപ്പ് എന്ന് പറഞ്ഞാൽ അടിക്കാൻ പറ്റില്ല. കപ്പ് നിനക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ബ്രസീൽ ടീമിന് കേട്ടാ. അഹങ്കാരം അങ്ങോട്ട് പറിച്ചളായി തന്നെ. എന്നാലും മാത്രം നടപടി അവിടെ കേസാണത്. പിന്നെ കുറച്ച് ഓപ്പോസിറ്റുള്ള എല്ലാ ടീമിനും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക തന്നെ. അന്തസ്സായിട്ടുള്ള ഈ വായത്തള്ളു മാറ്റിയിട്ട് കാലും കൊണ്ട് തള്ളാൻ പഠിക്കും ബോള്. അല്ലാതെ നീയൊക്കെ വന്നിട്ട് ഇപ്പൊ മെസ്സിനെ മറ്റേ പെനാൽറ്റി അടിപ്പിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ ബോൾ ഉരുട്ടാൻ പഠിപ്പിക്കുക. പിന്നെ വീട്ടിൽ 1-ാം ക്ലാസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞോട്ടെ. അത് വല്ല 1-ാം ക്ലാസ്സിലെ വല്ല പിള്ളേരോട് പറഞ്ഞാൽ മതി. എന്ത് പറയാനാണ് ടീമേ? മഞ്ഞപ്പടയുടെ ഒരു പിള്ളേരെ പോലും കാണാനില്ല. ഇപ്പൊ പോയി കിടക്കുന്ന നിങ്ങൾ ശരിക്കും ഒളിച്ചിരിക്കുകയാണോ? പിള്ളേര് ആൺപിള്ളേര് കപ്പടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? ശരിക്കും ഒളിച്ചിരിക്കണോ? കാര്യമായിട്ട് ചോദിച്ചണം. നിങ്ങൾ കാണാനില്ല, നിങ്ങളെ പൊട്ടി പോലും കാണാൻ പറ്റില്ല. ഇനി എത്ര നാൾ കാത്തിരിക്കണം കോപ്പ അമേരിക്കക്ക്?
അതുപോലെ ലോകകപ്പ്, ഇനി ലോകകപ്പ് വന്നിട്ട് ഞാൻ എൻ്റെ പൊന്നു ഇനി എണ്ണിപ്പിറക്കേണ്ടി വരും. ജന്മത്ത് കപ്പ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അത് 100 വോൾട്ടിലുള്ള കാര്യമാണ്. മൂത്ത് നോക്കിയാണ് പറഞ്ഞത്, മൂത്ത് നോക്കി. വെറുതെ വന്നിട്ട് പാവപ്പെട്ട ഏതെങ്കിലും ഒരുത്തും വന്നിട്ട് ഒരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഞങ്ങൾ മഞ്ഞപ്പടയാണ്, മറ്റേ ബ്രസീലിലെ വലിയ ടീമാണ്, രാജാക്കന്മാരാണ്, അല്ലെങ്കിൽ കൊമ്പത്താൾക്കാരെന്ന് പറഞ്ഞാൽ വായത്തള്ളു മാത്രമേ ഉള്ളൂ. അത് ഗെയിമിൽ കാണാനില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീമിനെ ഞങ്ങൾ ഇപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ആ ബ്രസീൽ ടീമിനെ. ശരിക്കും പറഞ്ഞാൽ മഞ്ഞപ്പടയെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അവർക്ക് ഇതിനിവിടെ ഒരു യാതൊരു സംഭവം ഇല്ല. അവരടിച്ച് പണ്ടേ പുറത്താക്കിയാണ്. പിന്നെ പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. കാരണം നമ്മുടെ അണ്ണാക്കി കയറി തോട്ട വെച്ച് പൊട്ടിക്കാനുള്ള ഒരു ശ്രമം നടത്തിയായിരുന്നേ. കഴിഞ്ഞൊരു വീഡിയോ ഇറക്കി കഴിഞ്ഞ് ഭയങ്കര ചൊറിച്ചിലുമായിരിക്കും. അപ്പൊ ആ ചൊറിച്ചിലിനുള്ള മറുപടി അന്നേരം തന്നെ കൊടുത്തണം. ആ പിള്ളേര് കപ്പടിക്കപ്പോ നീ എന്നിലേക്ക് ഇവിടെ തന്നെ കാണുന്നു. അപ്പൊ അതിലൊരുത്തം വന്നിട്ട് നിന്നെയും ഞങ്ങൾക്ക് കാണും. എന്താണ് നിനക്കിപ്പോ കാണാൻ പറ്റുള്ളേ? നിന്റെ കണ്ണാക്കിൽ തോട്ട വെച്ച് നീലത്തോട്ട വെച്ച് പൊട്ടിക്കുമ്പോഴേക്കും നീ കേട്ടാ. അപ്പൊ കളിച്ചോ നീയേക്കാ. ആമ്പിള്ളേർ കളിക്കുമ്പോൾ സൂക്ഷിക്കണ്ട് കളിക്കണം. ആളറിഞ്ഞ് കളിക്കടാ കേട്ടാ. നിന്റെയൊക്കെ വായത്തുള്ള ഗ്രൗണ്ടിന്റെ അകത്ത് കാണിക്കും. അല്ലാതെ ഈ കമന്റ് ബോക്സിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ കുറെ കുനുകുനാന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തുകൊണ്ട് യാതൊരു ഗുണമില്ല. ഞാൻ പറഞ്ഞില്ലേ, കപ്പ് എഴുതിയിട്ട് നിന്റെയൊക്കെ നെറ്റത്ത് പൊട്ടിച്ചാൽ മതി. ജന്മത്ത് നീയൊക്കെ സീന്ന് വരെ എഴുതാൻ പറ്റില്ല നിനക്ക്. CUP കപ്പ്. പോയി വല്ല വള്ളം തുള്ളി പഠിക്കടാ. നീ ഇന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബ്രസീൽ ടീമിനെ ഉണ്ടോ? അപ്പൊ വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പൊ ഈ നമ്മളെ കയറി ചൊറിയാൻ നോക്കിയ ബ്രസീൽ ടീമിന്റെ ഫാൻസ് ആരൊക്കെയാണ് അത് നമുക്കറിയില്ല. അവന്മാരിത് കാണണമെന്നില്ല. അവന്മാർക്കൊന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് ചൊറിഞ്ഞു കൊടുക്കണ്ടേ? നമ്മളാ അണ്ണാക്കി കയറി മാത്രം വിരലിട്ട് കഴിഞ്ഞാൽ കോലിട്ട് കുത്തി നോക്കിയാണ്. അപ്പൊ തിരിച്ചൊരു കുത്താണ് കൊടുത്തില്ല, അത് മോശമല്ലത്. നമ്മളും ഒരു ഇന്ത്യൻ പൗരനല്ലേ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കേട്ടാ. അപ്പൊ അന്ന് കമന്റിട്ട കുറച്ച് വ്യക്തികളുണ്ട്, അതായത് തന്തയ്ക്കും തള്ളക്കൊക്കെ വിളിച്ച കുറെ വ്യക്തികളുണ്ട്. മാന്യന്മാരായ ബ്രസീലിന്റെ കുറെ ആരാധകന്മാരുണ്ട്. അവന്മാരൊക്കെ ഇപ്പൊ പെട്ടിയാണ്. അവന്മാരൊക്കെ തിരിച്ചു വന്നിട്ട് ഇതിനകത്തുനിന്ന് കമന്റ് നോക്ക് കേട്ടാ. ആ പിള്ളേര് കപ്പും കൊണ്ടുപോയി. നിനക്കൊക്കെ മറ്റേ കാഴ്ച കണ്ണിന് കാഴ്ച പറഞ്ഞാണ് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പൊ നിലവില് യൂട്യൂബിൽ എവിടെയെങ്കിലും വന്നിട്ട് ഒരാൾ വീഡിയോ ഇട്ട് അതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇട്ട് തോപ്പിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെപ്പോലുള്ള ആൾക്കാരിക്കാടാ മെസ്സി പട അന്തസ്സായിട്ട് ഉത്തരം നൽകിയത്. കപ്പടിക്കോ ഇല്ലേ? മെസ്സിക്ക് കപ്പ് കിട്ടൂല. മെസ്സിയുടെ ടീം കപ്പടിക്കൂല. അവന് പെനാൽറ്റി അടിക്കാൻ അറിഞ്ഞൂടാ. നീയൊക്കെ കൂടി പെനാൽറ്റി അടിക്കാൻ പഠിപ്പിക്കടാ. അപ്പൊ ഇനി മാന്യമായ രീതിയിൽ സംസാരിക്കാം. തീർച്ചയായിട്ടും അർജന്റീന എന്ന് പറയുന്ന നീലപ്പട കോപ്പ അമേരിക്ക കപ്പടിച്ചിരിക്കുന്നു. അപ്പൊ അതിലോട്ടും തന്നെ മഞ്ഞപ്പടക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയാം. കാരണം ഒളിച്ചിരുന്ന് കരയേരികളുമാര്. അപ്പൊ ആ കരച്ചിലൊന്നും കാണിക്കണ്ട. ആ കരച്ചിലൊക്കെ ഗ്രൗണ്ടിൽ കാണിക്കുക കേട്ടാ. ഗ്രൗണ്ടിൽ ബോൾ ഇങ്ങനെ തട്ടി പോകുമ്പോഴേ കാലുകൊണ്ട് തട്ടാൻ പഠിക്കാതെ തന്നെ. എന്നിട്ട് നിനക്കൊക്കെ ഈ മെസ്സിനെ പെനാൽറ്റി അടിപ്പിക്കാൻ പഠിപ്പിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഗോൾ അടിക്കാൻ പഠിപ്പിക്കുക. ആദ്യം തന്നെ നീയൊക്കെ പഠിക്കും, എന്നിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കും. സ്വന്തം കഴിവായതിന്റെ കുറവുകൾ കണ്ടുപിടിച്ചിട്ട് ആദ്യം സ്വന്തമായിട്ട് ക്ലിയർ ചെയ്യും, എന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കട്ടാ. ഇതൊക്കെയാണ് നിന്നോടൊക്കെ പറയാനുള്ള ഒരു ആൻസർ. നീയൊക്കെ കഴിഞ്ഞ ഈ ബ്രസീൽ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ അർജന്റീനയുടെ ഒരു വീഡിയോയിൽ താഴെ വന്ന് പറഞ്ഞമാർക്കുള്ള ഒരു ആൻസറാണത്. നിനക്കൊക്കെ നന്നായിട്ട് കൊണ്ടിട്ടുണ്ടാവും. അത്രക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീയൊക്കെ വന്ന് ഈ കമന്റ് ബോക്സിൽ ഇരുന്ന് ആക്രമിച്ചു നോക്ക്. നിന്നെ കൊണ്ടൊക്കെ അതൊക്കെ പറ്റുള്ളൂ. സൈബർ ആക്രമണം മാത്രമേ പറ്റുള്ളൂ. കുറെ തെറി പറയാൻ അറിയാൻ പറ്റും. ഇതൊക്കെ ഒന്നൊന്നുമല്ല ബ്രോ. ഇതൊക്കെ പിള്ളേരുടെ പരിപാടിയാണ് തെറി പറയണത് ട്ടാ. അപ്പൊ കമന്റ്സിനായി കട്ടക്കാത്തിരിപ്പാണ്. തീർച്ചയായിട്ടും എല്ലാ ഫാൻസിന്റെയും, ബ്രസീൽ മഞ്ഞപ്പടയുടെയും അർജന്റീന ഫാൻസിന്റെയും ടീമുകളോട് ഐ ആം വെയിറ്റിംഗ്.